45 മുതൽ 56 വാക്യം വരെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27 അധ്യായം 45 മുതൽ 56 വരെ. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തനോടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച് വീഞ്ഞു നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവനെ കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിന്റെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു. വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷനായി. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും സെബദിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. നമ്മുടെ പിതാവിന്റെ ബഹുമാനവും നാം എല്ലാവരുടെയും മേൽ അനുഗ്രഹങ്ങളും കരുണകളും എന്നേക്കുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ ആയുസ്സിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രത്യേകതകളൊക്കെയുള്ള ഒരു ദുഃഖവെള്ളിയാഴ്ചയാണിന്ന്. ഒരുപക്ഷെ ഇന്ന് ഈ പ്രക്ഷേപണം കാണുന്ന ആരും വീടുകളിൽ ഇരുന്നുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച സാധാരണ സാഹചര്യത്തിൽ ആചരിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഒരു മനുഷ്യായുസ്സിൽ ഒരിക്കൽ മാത്രമൊക്കെ, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്കിടയിൽ മാത്രം സംഭവിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ഇത് നമ്മുടെ ആയുസ്സിൽ ഇത് സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് നിരാശയുണ്ടാവുകയല്ല, ഇതും ചേർന്നുള്ളതാണ് ജീവിതത്തിന്റെ പാഠം എന്ന് മനസ്സിലാക്കി, ഇതും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി, ആരാധനാ ജീവിതത്തിന് ഒരു പോറൽ പോലും സംഭവിക്കാതെ, ആത്മീയതയ്ക്ക് ഒരു ഉലച്ചിലും തട്ടാതെ വിശ്വാസത്തിന്റെ വഴിയിൽ അതിനെ സൂക്ഷിക്കാൻ കഴിയുന്നവരായി നമ്മൾ മാറണം. അതിനുവേണ്ടിയാണ് ഇന്ന് ഇങ്ങനെയൊരു ഉദ്യമത്തിന് മുതിർന്നത്. നമുക്ക് തോൽക്കാനാവില്ല, കാരണം കർത്താവ് നമ്മുടെ മുമ്പിൽ ജയാളിയായി നിൽക്കുന്നുണ്ട്. കർത്താവിന്റെ കരം പിടിക്കുന്നവരായതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിന്റെ ഒരു പ്രതിസന്ധികളുടെ മുമ്പിലും തകരാനോ കഴിയില്ല. അതുകൊണ്ട് ഈ ദിവസം നഷ്ടത്തിന് ദിവസമല്ല, വീടുകൾ ദേവാലയമായി പുനഃപ്രതിഷ്ഠിക്കപ്പെട്ട ആഹ്ലാദത്തിന്റെയും നന്മയുടെയും ദിവസമാണ് എന്നറിഞ്ഞ് അത് ആസ്വദിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേഗത്തിൽ ദേവാലയത്തിൽ ഒന്നിച്ചു കൂടാനും ഒന്നിച്ച് പ്രാർത്ഥിപ്പാനും ദൈവം കൃപ തരട്ടെ എന്നും ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയനായി വായിച്ചു കേട്ട വേദഭാഗം നമുക്കെല്ലാവർക്കും നല്ലതുപോലെ പരിചയമുള്ളതാണ്. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തന്റെ ജീവനെ വെടിയുന്ന രംഗമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. അതിന്റെ അവസാനത്തെ 2 വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ടുള്ളത്. സമയപരിമിതി നമ്മുടെ മുമ്പിൽ ധാരാളമായി ഉള്ളതുകൊണ്ട് ചുരുങ്ങിയ വാചകങ്ങൾ ഇത് പറയണമെന്നാണ് എന്റെ ആഗ്രഹം. 2 വാചകങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27 അധ്യായം, സെന്റ് മാത്യു ചാപ്റ്റർ 27 വേഴ്സ് 55 and 56, 55ഉം 56ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ്. ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും യോസഫിന്റെയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും സെബദിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. ചില സ്ത്രീകൾ യേശുവിന്റെ കുരിശിന് അധികം ദൂരത്തല്ലാത്ത സ്ഥലത്ത് നിന്ന് അവനെ കണ്ടുകൊണ്ടിരുന്നു. അവിടെ സംഭവിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നു. അവന് എന്തൊക്കെയാണ് എതിർപ്പെടുന്നത് എന്ന് കണ്ടുകൊണ്ടിരുന്നു. ഈ കാഴ്ചയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. വിശുദ്ധ വാരത്തിലും 50 നോമ്പ് ദിനങ്ങളിലും ജീവിതത്തിന്റെ ക്രിസ്തീയ ആരാധനാ അനുഭവങ്ങളിലുമെല്ലാം കാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ക്രിസ്തുവിന്റെ
ജീവിതത്തെയും ജനനത്തെയും മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും എല്ലാം വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുകയാണ്. അത് അനുഭവിക്കുന്ന തലത്തിലേക്ക് അതിനെ വളർത്തുകയാണ്. അപ്പോൾ കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മളിവിടെ പേര് പറഞ്ഞ ഈ സ്ത്രീകൾ യേശുവിന് സംഭവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തോട് ഇത് വളരെ കാര്യമായി സംവാദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവർ കണ്ട കാഴ്ച? 2-3 കാര്യങ്ങൾ ചെറിയ ചെറിയ ധ്യാനങ്ങളായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആദ്യം അവർ കണ്ട കാഴ്ച ഇതാണ്: യേശു ക്രിസ്തുവിനെ അധികാരികൾ പന്ത് തട്ടുന്നത് പോലെ തട്ടുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഹെരോദാവിന്റെ അടുക്കൽ നിന്ന് പീലാത്തോസിന്റെ അടുക്കലേക്ക്, പീലാത്തോസിന്റെ അടുക്കൽ നിന്ന് മറ്റൊരിടത്തേക്ക് അവനെ അങ്ങനെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. നീതി ലഭിക്കുന്നതിന് വേണ്ടി നീതിമാനായ കർത്താവ് പലയിടങ്ങളിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന കാഴ്ച. നീതിയുടെ നിർവചനങ്ങൾ ലോകം മാറ്റി എഴുതിയപ്പോൾ നീതിമാൻ നീതിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പന്ത് തട്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത്. എവിടെയാണ് നീതിയുള്ളത്? എവിടെയാണ് സ്നേഹമുള്ളത്, സഹാനുഭൂതിയുള്ളത്? അതൊന്നും യേശുക്രിസ്തുവിന്റെ ജീവിത കാഴ്ചകളിൽ നമ്മൾ കാണുന്നില്ല. അവൻ പിടിക്കപ്പെട്ടത് മുതൽ അവൻ ക്രൂശിതനായി ജീവൻ വെടിയുന്നത് വരെ അനീതിയുടെ എല്ലാ അതിക്രമങ്ങളും അതിപ്രസരങ്ങളും അവന്റെ മേൽ വല്ലാണ്ട് വീഴുകയായി. ഈ സ്ത്രീകൾ ദൂരെ നിന്ന് കാണുകയാണ് പന്ത് തട്ടപ്പെടുന്ന നീതിമാന്റെ ജീവിതാനുഭവം. ഇത് നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ സംഭവിക്കാവുന്നതാണ്. നമുക്ക് നീതി കിട്ടിയില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടായേക്കാം. കുടുംബജീവിതത്തിൽ വീണ്ടും വിധത്തിൽ വിജയിക്കാൻ കഴിയാതെ വരുമ്പോൾ, മക്കളുടെ കാര്യത്തിൽ വീണ്ടും വിധത്തിൽ വിജയിക്കാതെ വരുമ്പോൾ, കൂട്ടായ്മയിലും ആരാധനയിലും പ്രാർത്ഥനയിലും വീണ്ടും വിധത്തിൽ വിജയിക്കാൻ കഴിയാതെ വരുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന തടങ്കൽ പാറകളിൽ രോഗാതുരമായ അല്ലെങ്കിൽ രോഗത്തിന്റെ ഒരു മതിൽ നമുക്ക് ചുറ്റുമുണ്ട്. അതിനകത്തിരിക്കുമ്പോൾ നമുക്ക് തോന്നാം, നമുക്ക് വീണ്ടും വിധത്തിൽ നീതി കിട്ടിയോ? ഈ ഒരു തോന്നൽ നമുക്കുണ്ടായേക്കാം. ക്രിസ്തു നീതിമാനാണ്. ആ നീതിമാന്റെ കരത്തിലല്ലാതെ മനുഷ്യന് ഉതകുന്ന വിധത്തിലുള്ള നല്ല നീതി എവിടെയും ലഭ്യമാവില്ല. ലോകം അത് നമുക്ക് മുമ്പിൽ വരച്ചു വയ്ക്കുന്നുണ്ട്. നമുക്ക് ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യാം. നമ്മയും പന്ത് തട്ടുന്നത് പോലെ പറ്റുന്നത് പോലെ ആക്കിയേക്കാം. എന്നാലും നീതിക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുന്ന ജീവിതം വെക്കുന്ന മനുഷ്യരായി നമ്മൾ മാറാൻ ഈ ഭാഗം നമ്മെ ക്ഷണിക്കുന്നു. നമുക്കും സൂക്ഷ്മതയോടെ ഒന്ന് നോക്കാം. കാൽവറി ക്രൂശിന്റെ ഉയരങ്ങളിലേക്ക് നോക്കാം. അതുവരെയുള്ള അവന്റെ നടപ്പുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്, യേശുക്രിസ്തുവിനെ നമ്മൾ പിന്നീട് ആ സ്ത്രീകൾ എങ്ങനെയാണ് കാണുന്നത് എന്നാലോചിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവനെ കൊണ്ടുപോകുന്ന വഴിയിൽ അവനെ അടിച്ച് തകർക്കുന്ന കാഴ്ചയാണ്. അവന്റെ പുറം ഉഴവുചാല് പോലെ ഉഴുതുമറിച്ചു എന്നൊക്കെയാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. ഒരു മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അവൻ മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടുകൂടെ അവന്റെ മേൽ ക്രൂരതയുടെ വലിയ മുറിവുകൾ ഏൽപ്പിക്കാൻ ഒരു സമൂഹം ശ്രമിക്കുകയാണ്. മുറിവുകൾക്ക് മേലെ മുറിവുകൾ, ഉഴുതുമറിച്ച അവന്റെ ശരീരം നമുക്ക് മുമ്പിൽ ഒരു കാഴ്ചയാണ്. നമുക്ക് കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. വേറെ ആർക്കും വേണ്ടിയല്ലേ, എന്റെ ജീവിതത്തിന് വേണ്ടി അവൻ ഉഴുതുമറിക്കപ്പെടുകയാണ് എന്നോർക്കാൻ നമുക്ക് സാധിക്കണം. ഈ ദുഃഖവെള്ളിയാഴ്ച TV സ്ക്രീനിൽ ചില കാര്യങ്ങൾ കണ്ട് ഒരു കൊച്ചു പ്രസംഗം കേട്ട് ഒരു പക്ഷെ കഞ്ഞിയൊക്കെ കുടിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു ദിവസമല്ലേ? പള്ളിയിൽ പോകാതിരുന്നത് കൊണ്ട് നിരാശപ്പെടേണ്ട ഒരു ദിവസമല്ലേ? അല്ലെങ്കിൽ ഞാൻ ചെയ്തു വന്നിരുന്ന ചില രീതികൾ എന്നിൽ നിന്ന് മാറിപ്പോയി എന്നോർത്ത് പരിവേദനപ്പെടുത്തുന്ന കാലവുമല്ല. അതിനപ്പുറത്ത് ഇത് കർത്താവ് നോവേറ്റെടുത്ത ദിവസമാണെന്ന് നമ്മൾ അറിയണം. കർത്താവിന്റെ ശരീരത്തിൽ മുറിവുകൾ വീഴുന്നത് നമ്മൾ കാണണം. ഓരോ മുറിവുകൾക്ക് മുമ്പിലും നമ്മുടെ പാപജീവിതത്തിന്റെ മുള്ളുകളുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. പുതുക്കത്തിന്റെയും മാനസാന്തരത്തിന്റെയും അനുഭവത്തിലേക്ക് നമുക്ക് നടക്കാനുള്ള ഒരു നല്ല മാതൃകയായും ഒരു നല്ല പ്രേരണയായും കർത്താവിന്റെ തകർക്കപ്പെട്ട ശരീരം മാറണം. ഇനി അതുമാത്രമല്ല, കാൽവറി ക്രൂശിലേക്ക് കർത്താവ് ഉയർത്തപ്പെടുകയാണ്. കാൽവറിയിലേക്ക് കർത്താവ് ഉയർത്തപ്പെടുമ്പോൾ അവൻ മാത്രമല്ല, അവന്റെ ഇരുപുറവും 2 കള്ളന്മാർ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അവരെ കള്ളന്മാരെന്ന് നമ്മളെ വിളിച്ചതല്ല, സമൂഹവും ഒരുപക്ഷെ എഴുത്തുകാരനും വിളിച്ചതാണ്. അവരുടെ ചെയ്തികൾ അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം. എന്തിനു വേണ്ടിയാണ് ഈ 2 കള്ളന്മാരുടെ നടുവിൽ ക്രിസ്തുവിനെ ക്രൂശിച്ചത്? ഒരിക്കലും അത് ക്രിസ്തുവിന്റെ ജീവിതത്തെ നന്മയുള്ളതാക്കാൻ വേണ്ടിയുള്ളതല്ല. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, കള്ളന്മാരെ ക്രിസ്തുവാക്കാൻ വേണ്ടിയല്ല അങ്ങനെ ക്രൂശിച്ചത്, ക്രിസ്തുവിനെ കള്ളനാക്കാൻ വേണ്ടിയിട്ടാണ്.
ക്രിസ്തുവിനെ കള്ളന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടുത്താൻ വേണ്ടിയാണ്. ക്രിസ്തുവിനെ മോശപ്പെട്ട ഒരു ജീവചരിത്രം അവന്റെ മേൽ ചാർത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും ഇന്നിന്റെ ലോകക്രമമാണ്. ചുറ്റുപാടിൽ ഞാനല്ലാത്തതെല്ലാം തെറ്റാണെന്നും മോശമാണെന്നും ചെറുതാണെന്നും കുറവുള്ളതാണെന്നും പറയുന്ന ഒരു ലോകക്രമത്തിൽ കാൽവറി ക്രൂശിന്റെ ഉയരത്തിൽ തൂക്കപ്പെട്ട കർത്താവ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന കാഴ്ച നമുക്ക് അനുതാപത്തിന്റെ നാളുകൾ സമ്മാനിക്കേണ്ടുന്ന ഒരു കാഴ്ചയാണ്. സ്ത്രീകൾ ദൂരെ നിന്ന് അതും കാണുകയാണ്. അവരുടെ നാഥൻ വളരെ നിഷ്കളങ്കനാണ്, അവർക്കതറിയാം. അവരുടെ നാഥൻ, അവരുടെ ക്രിസ്തു ഈ ലോകത്തെ സഹായിച്ചവനാണ്, അതവർക്കറിയാം. അവരുടെ യേശു അവരെ സംബന്ധിച്ചിടത്തോളം വിശക്കുന്നവൻ അപ്പമായിരുന്നു, രോഗിക്ക് സൗഖ്യമായിരുന്നു, മരിച്ചവന് ജീവനായിരുന്നു, വെള്ളമില്ലാത്തവന് ദാഹജലമായിരുന്നു, എല്ലാവർക്കും എല്ലാമായിരുന്നു. എന്നാൽ എല്ലാവർക്കും എല്ലാമായവനെ വെറുമയാക്കി ക്രൂശിൽ തകർത്തു കളയുന്ന കാഴ്ച അവരുടെ ജീവിതത്തിലെ നിരാശ കാഴ്ചയായിരുന്നില്ല, അവരുടെ ജീവിതത്തിലെ പ്രത്യാശ വർദ്ധിപ്പിച്ച കാഴ്ചയായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? യേശുവിന്റെ തലയ്ക്ക് മുകളിൽ ഉയർത്തപ്പെട്ട ഒരു കുറ്റപത്രമുണ്ട്. ഇവൻ യഹൂദന്മാരുടെ രാജാവ്, ഒരു കുറ്റപത്രമായിട്ടാണ് എഴുതിയത്. എന്നാൽ ഈ സ്ത്രീകളിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ അവരുടെ മനസ്സിൽ അതൊരു സാക്ഷ്യപത്രമായി മാറുകയാണ്. കഴിഞ്ഞ വർഷം ഇത് ഞാൻ പള്ളിയിൽ പറഞ്ഞതാണ്. കുറ്റപത്രം സാക്ഷ്യപത്രമായി മാറുകയാണ്. അവൻ യഹൂദന്മാരുടെ മാത്രം രാജാവല്ല, അവൻ എന്റെയും ഞങ്ങളുടെയും രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് ഗോൽഗോഥായുടെ മലയുടെ മുകളിൽ നിന്ന് ആ സ്ത്രീകൾ താഴേക്കിറങ്ങുമ്പോൾ വിശ്വാസത്തിന്റെ യാത്രയിൽ അവർ വിജയിക്കുന്ന മനുഷ്യരായി മാറുകയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ സ്ത്രീകൾക്ക് ആദ്യം പ്രത്യക്ഷനായെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഇത് വെള്ളിയാഴ്ച കാൽവറിയിലേക്ക് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം നടന്നു, ആരാധനയിലൂടെ നമ്മൾ നടന്നു, കുമ്പിടുന്നതിലൂടെ അവനിലേക്ക് നമ്മൾ എത്തി. ഇനി നമ്മൾ അവിടെ നിന്ന് മടങ്ങി ഇറങ്ങുന്നത് അവൻ യഹൂദന്മാരുടെ മാത്രം രാജാവല്ല, അവൻ എന്റെയും രാജാവാണെന്ന് ഉറച്ച ചിന്തയോടും വിശ്വാസത്തോടും കൂടെ ആവണം. അതിന് ഈ വർഷത്തെ നമ്മുടെ ഈ ധ്യാനവും നമസ്കാരവും നമുക്കെല്ലാവർക്കും ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരോടും കൂടെ നിന്റെ കൃപ ഇത്രയും സമയം വ്യാപരിച്ചതിനായി സ്തോത്രം. ഇന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിച്ചവരും അതിൽ ഭാഗമായവരും അതിനെ സഹായിച്ചവരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വേഗത്തിൽ നിന്റെ ആലയത്തിൽ കൂടി നിന്നെ നമസ്കരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഇന്നത്തെ ആരാധനയിലൂടെ ഞങ്ങളുടെ ജീവിതം ക്രിസ്തുവിനെ യഥാവിധി കാണുവാൻ, അതിനെ ഉൾക്കൊള്ളുവാൻ, ഞങ്ങളുടെ രാജാവായി നീ മാറുവാൻ ഇടവരുത്തണമേ. യേശു ക്രിസ്തു മുഖാന്തരമുള്ള പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം, കരുണ, കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.